ഹായ് മക്കളെ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇത് റീനീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. കുറേ പേർക്ക് നല്ല മാർക്കൊക്കെ കിട്ടി. ഐ ആം സോ ഹാപ്പി ഫോർ യു. എന്നാൽ റീനീറ്റ് എക്സാമിന് വിചാരിച്ച അത്ര മാർക്ക് കിട്ടാത്ത കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഭയങ്കര സാഡായിട്ടിരിക്കുകയെന്നൊക്കെ എനിക്കറിയാം. ഇനി അടുത്ത വർഷത്തെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ, ഇനി എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ, അതായത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ കൂടെ റിപ്പീറ്റേഴ്സ് ആയിട്ടും സൂപ്പർ റിപ്പീറ്റേഴ്സ് ആയിട്ടും, അതായത് 4ാമത്തെയും 5ാമത്തെയും ഒക്കെ തവണ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഓരോ വർഷവും പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി ഫൈനലി ക്രാക്ക് ചെയ്തിട്ടുള്ള കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി ഇത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും, മേ ബി സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ഒരു ഡോക്ടർ ആവണം, ഒരുപാട് പേരെ ശുശ്രൂഷിക്കണം, അപ്പം അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും, ഇനി ഇത്രയും വർഷം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇട്ടു, ഇനി ഒരു വർഷം കൂടെ ഇതിന് വേണ്ടി കൊടുത്താൽ മേ ബി അത് വേസ്റ്റ് ആയി പോകും. ഇങ്ങനെ കുറേ ഇന്റേണൽ തോട്ട്സും കോൺഫ്ലിക്ട്സിലൊക്കെ ആയിരിക്കും എൻ്റെ മക്കളിപ്പോൾ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം എൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ 4ാമത്തെയും 5ാമത്തെയും തവണയൊക്കെ നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഫൈനലി ക്രാക്ക് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരും അവരുടെ ആ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റിൻ്റെ, അതായത് അവർ ക്രാക്ക് ചെയ്ത അറ്റംപ്റ്റിൻ്റെ മുന്നേ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവരൊരു പക്ഷേ ബാക്കോട്ടേക്ക് പിന്മാറിയിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് ഇന്ന് അവരുടെ ഡ്രീം കോളേജിൽ പഠിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതേ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. ഒരു പക്ഷേ അടുത്ത വർഷം നിങ്ങളുടെ ഡ്രീം കോളേജ് ആയിട്ടുള്ള ഇപ്പോൾ എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരി, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇങ്ങനത്തെയൊക്കെ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കേണ്ട ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ടോപ്പ് മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കേണ്ട നിങ്ങളും ഇപ്പോഴത്തെ നിങ്ങളും തമ്മിൽ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. ആ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഈ വളരെ സ്മാർട്ടായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അടുത്ത നീറ്റ് 2027 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, ആ ഒരു നീറ്റ് 2027 എങ്ങനെ അത്രയും സ്മാർട്ടായിട്ട് അത്രയും സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ പ്രീവിയസ് അറ്റംപ്റ്റിനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. അതായത് കഴിഞ്ഞ അറ്റംപ്റ്റിൽ എന്താണ് എനിക്ക് പറ്റിയിട്ടുള്ളത്, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഞാൻ വരുത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾ സെൽഫ് റിഫ്ലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ ഒരു അറ്റംപ്റ്റിൽ, ലൈക്ക് ആ ഒരു കംപ്ലീറ്റ് 1 ഇയർ പ്രിപ്പറേഷൻ ആൻഡ് എക്സാം എഴുതിയ സമയത്ത് വരുത്തിയിട്ടുള്ള ഒരു 3 to 5 മിസ്റ്റേക്സ് എന്താണെന്ന് നിങ്ങൾ തന്നെ റിഫ്ലക്ട് ചെയ്ത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ വേണം. ആ ഗോൾ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് അടുത്ത നീറ്റ് എക്സാമിൽ നീറ്റ് 2027 എനിക്ക് 700+ അല്ലെങ്കിൽ 650+ മാർക്ക് സ്കോർ ചെയ്യണം, എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 100ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 500ൻ്റെ ഉള്ളിൽ എനിക്ക് റാങ്ക് മേടിക്കണം. ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോള് നിങ്ങൾക്ക് എന്തായാലും വേണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി വേണ്ടത് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്കെഡ്യൂൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തോളം ഞാൻ ഡെയിലി 12 to 14 hours ഡെയിലി പഠിക്കായിരുന്നു. അത് വളരെ പ്രോപ്പറായിട്ടൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വളരെ കൃത്യമായിട്ട് ആ ഒരു സ്കെഡ്യൂളിനനുസരിച്ച് പഠിച്ചു പോയിട്ടാണ്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോയതുകൊണ്ടാണ് ഒരു വർഷത്തിൽ എനിക്ക് ആ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പം അങ്ങനെ വളരെ പ്രോപ്പറായിട്ടുള്ളൊരു സ്കെഡ്യൂൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നീറ്റ് പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബേസിക്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് പ്രിപ്പറേഷൻ പോകുന്നതിന് പകരം ആദ്യം നമുക്ക് നമ്മുടെ ബേസിക്സ് അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കണം. ആ കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് ലെവലിൽ, അതായത് ഈസി തൊട്ട് മോഡറേറ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട്, അത്രയും വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും നമ്മുടെ ബേസിക്സ് സ്ട്രോങ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ്സ് പക്ക ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്തായാലും അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലാസ്സസ് കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സസും എക്സാംസും ഒക്കെ പ്രോപ്പറായിട്ട് അവർ തരുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങളുടെ ഫാക്കൽറ്റീസുമായിട്ട് ചോദിച്ചിട്ട് നിങ്ങളത് ക്ലിയർ ചെയ്തിരിക്കണം. അടുത്തത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അതായത് ഫിസിക്സ് പഠിക്കുന്നത് പോലെയല്ല നമ്മൾ ബയോളജിനെ അപ്രോച്ച് ചെയ്യും. ഇപ്പോൾ ബയോളജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് NCERT ആണെങ്കിൽ ഫിസിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നോ അത്രയും ഫിസിക്സിൽ നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ രണ്ടിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു പ്രോപ്പർ സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ സൈലത്തിൻ്റെ ചാനലിൽ എല്ലാ സബ്ജക്റ്റും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ
എന്തായാലും കാണണം. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് NCERT ആയിരിക്കണം നിങ്ങളുടെ, നമ്മൾ പറയാം, നമ്മൾ നീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് NCERT ആണ് നമ്മുടെ ബൈബിൾ എന്ന് പറയാം. അതായത് NCERT ആയിരിക്കണം നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി. നമ്മൾ വേറെയും ഗൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേറെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് NCERT ആണ്. NCERTയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് NCERTന്റെ പുറത്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. NCERTയിലായിരിക്കണം നിങ്ങൾ ഫുൾ അതിങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് അത് ഡീപ്പൺ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് NCERT ആയിട്ടുള്ള ഒരു ബന്ധം അത്രയും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്ത കാര്യം ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു നോർമൽ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നത് പോലെയല്ല. അത് MCQs ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എത്ര MCQs സോൾവ് ചെയ്യുന്നു അത്രയും നമുക്ക് ആ ഒരു നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ വീണ്ടും പറയാണ്, നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാണ്ട് എത്ര തവണ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ചിരുന്നാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഫൈനൽ നീറ്റിന് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാൻ നോക്കണം. ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു നീറ്റ് പ്രിപ്പറേഷനിൽ ഈ സബ്ജക്ട് വൈസ് പഠിത്തം ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് ടൈം മാനേജ്മെൻറ്റും സ്ട്രെസ് മാനേജ്മെൻറ്റും. അപ്പോൾ ഡെയിലി ഒരു 12 to 14 hours നീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ നോക്കുക. നിങ്ങളുടെ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ്, സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കംപ്ലീറ്റ് ടൈം സ്റ്റഡീസിന് വേണ്ടിയിട്ട് കൊടുക്കാൻ നോക്കുക. പോമഡോറോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റഡി ടൈം കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ നോക്കുക. ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു 1 ഇയറിലേക്കുള്ള ഒരു മാരത്തോണാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഭയങ്കര മൈൻഡ് ഇങ്ങനെ പ്രഷറാക്കി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പഠിക്കാനിരുന്നാൽ മേ ബി ആ ഒരു എൻഡിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ക്ഷീണിച്ചു പോകും. അപ്പം സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വേയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷനെ അപ്രോച്ച് ചെയ്യാൻ പോകേണ്ടത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. ഇതൊക്കെ ചെയ്ത് നിങ്ങൾ നല്ല പ്രോപ്പറായിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഒരു 1 ഇയർ കഴിഞ്ഞാൽ നീറ്റ് 2027 എഴുതുമ്പോഴേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് നീറ്റ് 2027 നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക് എത്താനുള്ളൊരു മാർക്ക് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചു പോകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കൾക്ക് പ്രോപ്പർ പ്ലാനോടെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നീറ്റ് 2027 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈലത്തിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലോട്ടേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈലത്തിൽ വന്നിട്ട് പഠിക്കാം. നമുക്ക് അടിപൊളിയായിട്ട് നീറ്റ് 2027 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം ആൻഡ് നമ്മുടെ ഡ്രീം കോളേജിലോട്ട് എത്താം. സോ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.